കമ്പനി രജിസ്ട്രേഷൻ മിക്കവാറും എൻ്റർപ്രണേഴ്സ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് സ്ട്രഗിൾ ആവുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ് ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏത് തരം ബിസിനസ് രജിസ്ട്രേഷനാണ് അവരുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ളത്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് രജിസ്ട്രേഷൻ നമുക്ക് കാണാം. അതായത് പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് LLP ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് സെറ്റപ്പിൽ നിന്നും നമ്മുടെ കമ്പനിയിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക് പറ്റിയ ഏതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതിൽ ഏത് ചൂസ് ചെയ്താലായിരിക്കാം എൻ്റെ ബിസിനസ്സിന് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. ആ ഭാഗമാണ് എല്ലാവരും കൺഫ്യൂസ് ആകുന്ന ഒരു ഏരിയ. ഈ ഒരു വീഡിയോയിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഏത് ബിസിനസ് രജിസ്ട്രേഷനാണ് എടുക്കേണ്ടത്, ഇപ്പം ഞാൻ പ്രൊപ്പറേറ്റർഷിപ്പ് എടുക്കണോ, അതോ ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് പോകണോ, അതോ LLP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ. എന്താ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ട് ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ രീതിയിൽ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് വളർന്നു വരുമ്പോൾ നമുക്ക് അപ്പോഴേക്ക് നോക്കാം എന്നുള്ള ചിന്താഗതിയിൽ ഒരു ബിസിനസ്, ഏത് ബിസിനസ് വേണമെങ്കിലും ആയിക്കോട്ടെ കേട്ടോ, ഇന്ന് പ്രത്യേകിച്ച് ഒരു കാറ്റഗറി ഓഫ് ബിസിനസ് മാത്രമല്ല പ്രൊപ്പറേറ്റർഷിപ്പിൽ, എല്ലാ ബിസിനസ്സും പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ രീതിയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ലയബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ തന്നെ സഹിച്ചോളാം. ഇനി അതിനുള്ള പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ സോൾ പേഴ്സണ് മാത്രം അവകാശപ്പെട്ടത്. സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാൻ, ചിലവ് കുറഞ്ഞ രീതിയിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഒന്ന് ചെയ്തു നോക്കാം ബിസിനസ്സിലേക്ക് എന്ന് വരുന്ന ഒരു എൻട്രി കിട്ടുന്ന ഏറ്റവും സിമ്പിൾ ഫോർമാറ്റാണ് പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ. പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരേ ഒരു പേഴ്സൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ പാൻ കാർഡ് ഉപയോഗിച്ചിട്ട് ആ കമ്പനി ഫോം ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 ക്രൈറ്റീരിയ നോക്കണം നിങ്ങൾ. ഐദർ അവർക്ക് GST രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത്. GST സപ്പോസ് സർവീസ് ഓറിയൻറ്റഡ് കമ്പനി 20 lakhs ടേൺ ഓവർ അതിന് മുകളിലാണെങ്കിൽ അവർക്ക് GST വേണ്ടതുണ്ട്. ഇനി നിങ്ങളൊരു പ്രൊഡക്റ്റാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 40 ലക്ഷത്തിന് മേലെ, അല്ലെങ്കിൽ ചില കേസസിൽ നിർബന്ധമായിട്ടും വരുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ GST അപ്ലിക്കബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, GST രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത്. ഇതാണ് ഒരു രജിസ്ട്രേഷൻ പ്രൊപ്പറേറ്റർക്ക് വരുന്നത്. രണ്ടാമത്തത്, അവരുടേത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഏത് ഭാഗത്താണോ നിങ്ങളുടെ കമ്പനി വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ലൈസൻസ് കൂടി എടുക്കുക. അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ലോക്കൽ ബോഡി ലൈസൻസ് കൂടി എടുക്കേണ്ടതുണ്ട്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊപ്പറേറ്റർ എന്നുള്ള രീതിയിൽ ബിസിനസ് ചെയ്യാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, MSME അല്ലെങ്കിൽ ഉദ്യം രജിസ്ട്രേഷനും കൂടി അഡീഷണൽ ആയിട്ട് ചെയ്തു വയ്ക്കാം. ഇത് നിങ്ങൾക്കൊരു ബാങ്ക് ലോണിലേക്ക് പോകുമ്പോഴോ സബ്സിഡി കിട്ടാനൊക്കെ വളരെ രീതിയിൽ ഉപകാരപ്രദമാകുന്നതാണ് ഉദ്യം രജിസ്ട്രേഷൻ. ഇത്രയേ ഉള്ളൂ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സിംഗിൾ പേഴ്സൺ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലവ് കുറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ ക്രൈറ്റീരിയ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഇനി ഒന്നിലധികം ആളുകളുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ സിംഗിൾ പേഴ്സൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒന്നിലധികം പേരുണ്ട്, പാർട്ട്നേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഫോം ഓഫ് രജിസ്ട്രേഷൻ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്ട്രേഷൻ. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഇതൊക്കെ ട്രഡീഷണൽ മെത്തേഡ് പണ്ട് മുതൽ തന്നെ ആളുകൾക്ക് ചെയ്തു വരുന്ന ഇതാണ് പാർട്ട്ണർഷിപ്പ് ഫേം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ ഒന്നിലധികം ആളുകൾ വരുമ്പോൾ എന്താണ്, അവർ തമ്മിലൊരു ടേംസ് ഉണ്ടാവും, അവർ തമ്മിൽ ചില കണ്ടീഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എങ്ങനെയാണ് വരുന്നത്, അവരുടെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസ് ഷെയറിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ഡീഡിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇവൻ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇട്ടാൽ തന്നെ അത് വാലിഡ് ആണ്. രജിസ്ട്രേഷൻ എന്നുള്ളത് മാൻഡേറ്ററി അല്ല. രജിസ്ട്രേഷൻ വേണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാം. ഈ ഒരു ഡീഡ് വെച്ച് അതിൻ്റെ മേലെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ ഡീഡിൽ തന്നെ ഒരു പാൻ കാർഡ് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് സിംപ്ലി പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിൾ. അവിടെ 1 പേഴ്സൺ, ഇവിടെ 2 പേരുണ്ട്, അത്രയും വ്യത്യാസമുള്ളൂ പാർട്ട്ണർഷിപ്പ് ഫേമും അതുപോലെ തന്നെ പ്രൊപ്പറേറ്റർഷിപ്പും. ഇനി
വേറൊരു കാറ്റഗറി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ആരാ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചൂസ് ചെയ്യുന്നതെന്നറിയോ? ചില ആളുകൾക്ക് വലിയ വിഷനും വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളൊക്കെ ഉണ്ടാവും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം കൊണ്ട് അവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ കഴിയില്ല. പുറത്തുനിന്നുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഫണ്ട് ശേഖരിച്ചിട്ട് ഒരു കോർപ്പറേറ്റ് മോഡലിൽ വലിയ രീതിയിൽ എക്സ്പാൻഷനും പ്ലാനുകളൊക്കെ ആയിട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നല്ല വിഷൻ ഉണ്ട്, വലിയ രീതിയിലേക്ക് കമ്പനി വളരും, അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ട്, ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് അവർക്കൊക്കെ നമുക്ക് ഷെയർ അലോട്ട് ചെയ്ത് ഒരു ഫോർമൽ രീതിയിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് രജിസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ താഴെ രജിസ്റ്റർ ചെയ്ത് കമ്പനീസ് ആക്ടിൻ്റെ റെഗുലേഷനോട് കൂടെ പക്കാവായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കുള്ളതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ രണ്ട് പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള അഡ്വാൻറ്റേജ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് പോലെയല്ല ഇത്. എന്തെങ്കിലും തരത്തിലുള്ള വലിയ ഹ്യൂജ് ലയബിലിറ്റിയൊക്കെ ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പേഴ്സണലി ഡയറക്ടേഴ്സിനോ അവരുടെ അസറ്റോ കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് വലിയ കമ്പനീസിന് ചൂസ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം വളരെ ട്രസ്റ്റ് വർത്തിനെസ്സാണ്. അതിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് സപ്ലൈ ചെയ്യാൻ വേറെ ഏതെങ്കിലും കമ്പനിയോട് കൂടെ നിങ്ങൾ എന്തെങ്കിലും കൊളാബറേഷനൊക്കെ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിശ്വാസയോഗ്യമാണ്. ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഡീല് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ പാർട്ട്ണർ ഓഫ് സോ ആൻഡ് സോ കമ്പനി എന്ന് പറയുന്നതും ഡയറക്ടർ ഓഫ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നവിടെ വലിയ രീതിയിലൊരു ട്രസ്റ്റും ക്രിയേറ്റ് ആകുന്നുണ്ട്. ഇത് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ആണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ അവരാലോചിക്കുകയാണ്, എനിക്ക് പാർട്ട്ണർഷിപ്പ് ഫേമും വേണ്ട, എന്നാൽ ഒരുപാട് കംപ്ലയൻസസ് ഒക്കെ ഉള്ള ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും വേണ്ട. ഇതിന് ഇടയിൽ എന്തെങ്കിലും ഒരു ഫോം ഓഫ് രജിസ്ട്രേഷനോ, ഞാനും മേ ബി എൻ്റെ വൈഫോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അത്രയും പരിചയമുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഞങ്ങളത് ചെയ്ത് നോക്കിയിട്ട് മേ ബി അത് നല്ല രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം എനിക്ക് വേണ്ടത്. അത്തരം ആളുകൾക്കാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അതായത് LLP രജിസ്ട്രേഷൻ. ഇത് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിന് ഇതൊരു ഹൈബ്രിഡ് ഫോമാണ്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും ഇടയിലുള്ള രണ്ടിൻ്റെയും പ്രിവിലേജസ് ഒക്കെ മിങ്കിൾ ചെയ്ത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് വരുന്ന ഒരു സെൻട്രൽ പോയിൻ്റ് എന്ന് പറയാം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമിൻ്റെയും കുറേ ഗുണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻലി അട്രാക്ട് ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള അഡ്വാൻറ്റേജസ് LLPക്ക് ഉണ്ട്, പക്ഷേ പാർട്ണർഷിപ്പ് ഫേമിനില്ല. എന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അത്രത്തോളം കംപ്ലയൻസസും റെഗുലേഷൻസും മിനിറ്റ്സും മീറ്റിങ്സും ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാൻ ഈസി ആയിട്ടുള്ളതും പിന്നീട് ഭാവിയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും ഈസി ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് LLP എന്നുള്ളൊരു കൺസെപ്റ്റും ആ ഒരു രജിസ്ട്രേഷനുമാണ്. അപ്പോൾ അത്തരം ആളുകൾക്കുള്ളതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അഥവാ LLP രജിസ്ട്രേഷൻ എന്നുള്ളത്. പൊതുവെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കമ്പനീസിനൊക്കെ ഒരുപാട് ഗുണപരമായിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് പറയാം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇനി മറ്റൊരു ബിസിനസ് രജിസ്ട്രേഷനാണ് 1 കമ്പനി എന്നുള്ളത്. അതും വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് കമ്പനിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ ആ കമ്പനി ഫോം ചെയ്യാൻ കഴിയുള്ളൂ. മിനിമം 2 പേര് നിർബന്ധമായിട്ടും വേണം. സപ്പോസ് ഒരു സിംഗിൾ പേഴ്സൺ ആണ്, അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള അഡ്വാൻറ്റേജസ് വേണം താനും കമ്പനി എന്നുള്ള രീതിയിൽ അവർക്ക് രജിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് 1 കമ്പനി. ഇത് ഓൾമോസ്റ്റ് ഡിറ്റോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ്. അവിടെ ഒന്നിലധികം പേഴ്സൺസ് ഉണ്ട്, ഇവിടെ ഒരേ ഒരാൾ എന്നുള്ള ഡിഫറൻസേ വരുന്നുള്ളൂ. മറ്റുള്ള എല്ലാം കമ്പനീസ് ആക്ട് തന്നെയാണ് ഗവേൺ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോട് സാമ്യമുള്ള ഒരു ബിസിനസ് രജിസ്ട്രേഷനാണ് 1 കമ്പനി എന്ന് പറയുന്നത്. 1 കമ്പനിയിൽ സിംഗിൾ പേഴ്സൺ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം. മറ്റൊരു കാറ്റഗറി പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നുള്ളതാണ്. അത് പബ്ലിക്കിൽ നിന്ന് ഒരുപാട് ഫണ്ട് ശേഖരിച്ച് ചെയ്യുന്നതാണ്. അത് സാധാരണ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകുന്ന ഒരു കമ്പനിയല്ല.
അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിട്ട് ഒരുപാട് സമയം കളയുന്നില്ല. എല്ലാവർക്കും അത് ആവശ്യം വരുന്നത്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പബ്ലിക് കമ്പനിയെക്കുറിച്ചിട്ട് അറിയാൻ വിളിക്കാം. ഇനി ചില കോമൺ ഫാക്ടേഴ്സ്, എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഭാഗങ്ങൾ പറയാം. അത് എല്ലാ ഫോമിലും, ഈവൻ പ്രൊപ്പറേറ്റർഷിപ്പ് ആവട്ടെ, പാർട്ണർഷിപ്പ് ആവട്ടെ, LLP ആവട്ടെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, OPC എന്താവട്ടെ, എല്ലാത്തിനും വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലാണ് ഈ കമ്പനീസ് പ്രത്യേകിച്ച് ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഏകദേശം ഈ കമ്പനിയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാനും ഡോക്യുമെൻറ്റ്സ് മോറോർലെസ് സിമിലർ ആണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരുപാട് ഡോക്യുമെൻറ്റേഷൻസ് വർക്കിന് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമുക്ക് കൊടുക്കേണ്ടതുണ്ടാവും. അതിന് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരുപാട്. പക്ഷെ അതൊന്നുമല്ല. ഈവൻ പാർട്ണർഷിപ്പിനും LLPക്കൊക്കെ വേണ്ട അതേ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് നിർബന്ധമായിട്ടും പാൻ കാർഡ് ഉണ്ടാവണം, ആധാർ കാർഡ്, ഫോട്ടോ, മെയിൽ ID, ഫോൺ നമ്പർ, ഇത്രയും ഡോക്യുമെൻറ്റ്സ്. ഓക്കെ. ഇനി ഞാൻ വേറൊരു കാറ്റഗറി പറയാം. പലർക്കും ഡൗട്ട്, ഓഫീസ് അഡ്രസ്സ് നിർബന്ധം. തീർച്ചയായിട്ടും ഏത് കാറ്റഗറി ഓഫ് ബിസിനസ് ആവട്ടെ, അത് പ്രൊപ്പറേറ്റർഷിപ്പ് മുതൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി വരെ എല്ലാവർക്കും ഓഫീസ് നിർബന്ധമായിട്ടും വേണം. ഇനി ഓഫീസ് സപ്പോസ് ഇനീഷ്യലി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അഡ്രസ്സിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വിർച്വൽ ഓഫീസസ് വെച്ചിട്ടും ഏകദേശമുള്ള ബിസിനസ്സൊക്കെ ചെയ്യാം. എല്ലാത്തിനും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. അപ്പോൾ വിർച്വൽ ഓഫീസസിൻ്റെ ഓഫീസ് അഡ്രസ്സ് ആണെങ്കിലും മതി. പിന്നെ മറ്റൊരു കാറ്റഗറി, നെയിം എത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത്. പ്രൊപ്പറേറ്റർഷിപ്പിനും പാർട്ണർഷിപ്പ് കമ്പനിക്കും നെയിം പ്രൊട്ടക്ഷൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. എക്സാക്ട്ലി സിമിലർ വേറെ ഏത് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ LLP അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കൊക്കെ നെയിം സെർച്ച് ചെയ്ത് ട്രേഡ് മാർക്കിലും കൂടെ അത് ക്രോസ് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ് നമുക്ക് നെയിം അലോക്കേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നെയിം കുറച്ചുകൂടി സേഫാണ് ഈ കേസസിൽ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പലർക്കും ഒരു ഡൗട്ടായിട്ട് വരാറുള്ളത്. ഡോക്യുമെൻറ്റ്സ് സിമ്പിളാണ്, നെയിം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ. ഇനി പാർട്ണർഷിപ്പോ പ്രൊപ്പറേറ്റർഷിപ്പോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ട്രേഡ് മാർക്കിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ. ഈവൻ LLPയും പ്രൈവറ്റ് ലിമിറ്റഡിനും ഒക്കെ ബാധകമാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് പാർട്ണർഷിപ്പോ പ്രൊപ്പറേറ്റർഷിപ്പോ ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേ ബിസിനസ് നെയിമിൽ LLPയോ പ്രൈവറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെയിം അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനെങ്കിലും ചെയ്തു വയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഈ കമ്പനി രജിസ്ട്രേഷനോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ സർവീസസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.